സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, നമുക്ക് പ്രാർത്ഥനാപൂർവം ഇന്നത്തെ ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. നമുക്ക് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, തിരുവചനത്തിലൂടെ ഞങ്ങളോട് സംസാരിക്കണമേ. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത്തിനെ അങ്ങ് വഴി നടത്തിയതുപോലെ പ്രവാചകന്മാരെ അയച്ച് ദൈവീക വചന ശുശ്രൂഷ അവരിലേക്ക് നടത്തി അവരെ വിശുദ്ധീകരിച്ചതുപോലെ ഈ വചന ശുശ്രൂഷയുടെ സമയത്തും ഞങ്ങളെ അങ്ങ് വഴി നടത്തണമേ. അങ്ങയുടെ ഏകജാതനും ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയെ ഞങ്ങൾക്ക് നൽകിയതിന് പിതാവായ ദൈവമേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഈശോയെ, വചനം മാംസം ധരിച്ച അങ്ങ് ദിവ്യകാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു. ഈശോയെ, അങ്ങയുടെ വചനം ധ്യാനിക്കാൻ തക്കവണ്ണം, അവ ഗ്രഹിക്കുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് വാഗ്ദാനമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവെ, അങ്ങയുടെ നിറവിലായിരിക്കാൻ ഈ വചന ശുശ്രൂഷയിലൂടെ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ആമേൻ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, വിശുദ്ധ ബൈബിളിൽ ഉൽപ്പത്തി പുസ്തകം മുതൽ വെളിപാട് പുസ്തകം വരെയുള്ള വചനഭാഗങ്ങൾ നമ്മൾ ധ്യാനിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ഒത്തിരിയേറെ സൂചനകളും ധ്യാനാത്മകമായിട്ടുള്ള വചനങ്ങളും നമുക്ക് കണ്ടെത്താൻ പറ്റും. എങ്കിലും പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള ദൈവവചനങ്ങളിൽ വളരെ ആകർഷകമായി തോന്നുന്ന ഒരു വചനം ഇതാണ്: പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു എന്ന വചനം. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, ഫില്ലിംഗ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ്, പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ വ്യക്തികൾ, അവരെങ്ങനെയാണ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്നേ ദിവസം ഈ സമയം ധ്യാനിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകവുമായി ബന്ധപ്പെട്ട് നൽകപ്പെടുന്ന വചനങ്ങളിൽ പരിശുദ്ധാത്മാവ് അവനോടുകൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ കൂടെ ഉണ്ടാകുന്ന പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവ് അവനിലുണ്ടായിരുന്നു, പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിലുണ്ട്. എന്നാൽ കൂടെയുള്ള പരിശുദ്ധാത്മാവിനെ പറ്റിയും ഉള്ളിലുള്ള പരിശുദ്ധാത്മാവിനെ പറ്റിയും ഒക്കെ പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെ പറ്റിയുള്ള വചനഭാഗങ്ങൾ വായിക്കുമ്പോഴാണ് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കാൻ നമ്മൾ എന്തു ചെയ്യണം എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ പരിശുദ്ധാത്മാവ് ഉള്ളിലുള്ളതുപോലെയും പരിശുദ്ധാത്മാവ് കൂടെയുള്ളതുപോലെയും, എന്നാൽ അതിനേക്കാളും പ്രധാനപ്പെട്ടൊരു കാര്യമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളാവുക എന്നുള്ളത്. നിറവ് എന്ന് പറയുമ്പോൾ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളം നിറയ്ക്കുന്നതും അരഭാഗത്തോളം വെള്ളം നിറയ്ക്കുന്നതും നിറഞ്ഞ് കവിയുന്ന രീതിയിൽ വെള്ളം നിറയ്ക്കുന്നതും തമ്മിൽ അളവിൽ വ്യത്യാസമുണ്ട്. ഇതുപോലെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ്,
ആ നിറവ് സ്വീകരിച്ച ബൈബിളിലെ വ്യക്തികൾ ആരൊക്കെയാണ്? ആ നിറവിലേക്ക് അവർ കടന്നു വരാനുള്ള സാഹചര്യം, വഴികൾ എന്തൊക്കെയാണ്? അതുവഴിയായിട്ട് നമുക്ക് എങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കാൻ സാധിക്കും എന്ന് നമ്മൾ വചനഭാഗങ്ങളിലൂടെ ഒരു തീർത്ഥാടനം നടത്തി നമ്മൾ അത് തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൽ 2 തിരുവചനത്തിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെ പറ്റിയുള്ള ആദ്യത്തെ വചനം നമ്മൾ കാണുന്നത്. പുറപ്പാട് പുസ്തകം 31 അധ്യായത്തിൽ 1 മുതലുള്ള തിരുവാക്യങ്ങൾ ഒന്ന് വായിക്കുകയാണ്. കർത്താവ് മോശയോട് അരുളി ചെയ്തു, യൂദാ ഗോത്രത്തിൽപ്പെട്ട ഹൂറിൻ്റെ പുത്രനായ ഊറിയുടെ മകൻ ബസാലേലിനെ ഞാൻ പ്രത്യേകം തിരഞ്ഞെടുത്തിരിക്കുന്നു. ഞാൻ അവനിൽ ദൈവിക ചൈതന്യം നിറച്ചിരിക്കുന്നു. ബൈബിളിൻ്റെ മറ്റു പരിഭാഷകളിൽ പരിശുദ്ധാത്മ ചൈതന്യം നിറച്ചിരിക്കുന്നു എന്നാണ് നമ്മൾ കാണുന്നത്. സാമർഥ്യവും ബുദ്ധിശക്തിയും വിജ്ഞാനവും എല്ലാത്തരം ശില്പവേലകളിലുമുള്ള വൈദഗ്ധ്യവും ഞാൻ അവന് നൽകിയിരിക്കുന്നു. കലാരൂപങ്ങൾ ആസൂത്രണം ചെയ്യുക, സ്വർണം, വെള്ളി, ഓട് എന്നിവ കൊണ്ട് പണിയുക, പതിക്കാനുള്ള രത്നങ്ങൾ ചെത്തിമിനുക്കുക, തടിയിൽ കൊത്തുപണി ചെയ്യുക എന്നിങ്ങനെ എല്ലാ ശില്പവേലകൾക്കും വേണ്ടിയാണത്. പ്രിയപ്പെട്ടവർ, ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുന്നത് പുറപ്പാട് പുസ്തകത്തിൽ ദൈവമായ യഹോവ മോശയോട് ദൈവത്തിന് വേണ്ടിയുള്ള ഒരു സമാഗമ കൂടാരം, ദൈവത്തിന് വേണ്ടിയുള്ള ഒരു ആലയം നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ട് നൽകുന്ന ചില നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ തിരുവചന ഭാഗം നമ്മൾ വായിക്കുന്നത്. ആ തിരുവചന ഭാഗത്തിൽ ദൈവത്തിൻ്റെ ആലയം നിർമ്മിക്കുന്ന ശില്പികൾ, കൊത്തുപണികൾ ചെയ്യുന്നവർ, ആ ശില്പികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയായിട്ടുള്ള ബസാലേലിനെ പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം കൊണ്ട് ഞാൻ നിറച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവൻ്റെ വൈദഗ്ധ്യത്തെപ്പറ്റി ദൈവമായ കർത്താവ് മോശയോട് വിവരിക്കുകയാണ്. ബസാലേൽ എന്ന് പറയുന്ന മനുഷ്യൻ, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരുന്നു. അവന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ദൈവമായ യഹോവ കൊടുക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് വേണ്ടി നിർമ്മിക്കാനുള്ള ദേവാലയവുമായി ബന്ധപ്പെട്ടാണ്. ആ ദേവാലയത്തിൻ്റെ നിർമ്മിതി, അതിൻ്റെ ശില്പകല വൈദഗ്ധ്യം അവന് അതിൻ്റെ പൂർണ്ണതയിൽ നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം അവനിലേക്ക് ദൈവമായ യഹോവ നിറച്ചു നൽകുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അനുഭവിക്കാനുള്ള ഒരു സൂചന ഈ തിരുവചനം നമുക്ക് തരികയാണ്. നമ്മൾ ദൈവത്തിൻ്റെ ആലയത്തോട്, ദേവാലയത്തോട് ബന്ധപ്പെട്ട് ചെയ്യുന്ന എല്ലാ ശുശ്രൂഷകളുടെ നേരത്തും പരിശുദ്ധാത്മാവിൻ്റെ ചൈതന്യം നമ്മുടെ മേൽ ആവസിച്ച് നമ്മളെ ആത്മീയ നിറവുള്ളവരാക്കി മാറ്റും. നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ദേവാലയങ്ങൾ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന സ്ഥലങ്ങൾ, ആ സ്ഥലങ്ങളുടെ നിർമ്മാണങ്ങൾ, നിർമ്മാണ പ്രവർത്തികൾ, അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ ദൗത്യങ്ങളിലും ശുശ്രൂഷകളിലും നമ്മളായിരിക്കുന്ന സമയം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു നിറവ് നമുക്ക് അനുഭവപ്പെടും. നമ്മൾ ചിന്തിക്കും, എൻ്റെ ദേവാലയത്തിൽ ഞാൻ ചെയ്യുന്ന ഒരു ശുശ്രൂഷ വഴിയായിട്ട് എനിക്ക് എന്ത് നന്മയാണ് ലഭിക്കുന്നത് എന്ന് ചിന്തിക്കാനുള്ളൊരു സാധ്യത നമ്മുടെ മനസ്സിൽ ഉണ്ടാവും, ഒരു ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാവും. പ്രിയപ്പെട്ടവരെ, വർഷങ്ങളോളം ഒരു ഇടവക ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തിരുന്ന ഒരു വ്യക്തിയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കുണ്ടായി. ഈ വ്യക്തി ആ ദേവാലയം എല്ലാ ആഴ്ചകളിലും വന്ന് വൃത്തിയാക്കുന്ന ഒരു വിശ്വാസിനിയായിട്ടുള്ള വ്യക്തിയാണ്. ഇവരെല്ലാ ദിവസവും പള്ളിയിൽ വരും. പള്ളിയുടെ ചുറ്റുപാടുമുള്ള എല്ലാ പുല്ലൊക്കെ പറിച്ച് വൃത്തിയാക്കും, ദേവാലയം അടിച്ച് വൃത്തിയാക്കും. സൗജന്യമായിട്ട് ചെയ്യുന്നൊരു ശുശ്രൂഷയാണ്. ദേവാലയം അടിച്ച് തുടച്ച് വളരെ വൃത്തിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു വലിയ ശുശ്രൂഷ ചെയ്യുന്ന ഒരു വ്യക്തി, വിശ്വാസിനിയായിട്ടുള്ള ഒരു വ്യക്തിയാണ്.
പ്രിയപ്പെട്ടവരെ, ഇവരുടെ മൃതസംസ്കാര വേളയിൽ പങ്കെടുക്കുന്ന സമയത്ത് ഈ മൃതദേഹത്തിൽ കാണപ്പെട്ടിട്ടുള്ള അഭൗമികമായിട്ടുള്ളൊരു തേജസ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചു. അത് മാത്രമല്ല, ഇവരുടെ മൃതസംസ്കാരം കഴിഞ്ഞപ്പോൾ അനേകർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നത് തന്നെ ഞാൻ കേട്ടു. അതായത് എത്രമാത്രം തേജസ്സോടുകൂടെയാണ് ഇവർ ആ ശവപ്പെട്ടിയിൽ ഈ മൃതദേഹം തന്നെ കിടക്കുന്നത്, ഒരു വിശുദ്ധയെ പോലെ അവരിയ്ക്കുന്നു എന്ന് പലരും പറയുന്നത് പ്രിയപ്പെട്ടവരെ ഞാൻ കേൾക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്ന കാര്യം ഇതാണ്. അതായത് ഈ സ്ത്രീ നിശബ്ദമായി ചെയ്തിരുന്ന ദേവാലയ ശുശ്രൂഷ, സമ്മാനങ്ങളോ പ്രോത്സാഹനങ്ങളോ മറ്റുള്ളവരുടെ സ്തുതിയോ പുകഴ്ചയോ ഒന്നും കിട്ടാതെ ശ്രദ്ധിക്കപ്പെടാതെ കിടന്നിരുന്ന ദേവാലയ ശുശ്രൂഷ ഇവരേറ്റെടുത്ത് നിശബ്ദമായിട്ടത് ജീവിതത്തിൻ്റെ അന്ത്യത്തോളം നിർവഹിച്ചു വന്നപ്പോൾ ദൈവം തന്നെ അവരിലേക്ക് ഒരു ചൈതന്യത്തെ നിക്ഷേപിച്ച് നൽകുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലെ ദേവാലയങ്ങൾ, ദൈവത്തിന് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആലയങ്ങൾ, അവിടുത്തെ ഏതൊരു ശുശ്രൂഷയും ഞങ്ങൾ നിശബ്ദമായിട്ട് സേവന തൽപരതയോടുകൂടെ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസം കടന്നു വന്ന്, കൃപ കടന്നു വന്ന് നമ്മൾ ദൈവിക ചൈതന്യം കൊണ്ട് നിറയുന്നവരായിട്ട് നമ്മൾ മാറും. വീണ്ടും പിന്നീട് നമ്മൾ കാണുന്ന എല്ലാ തിരുവചനങ്ങളും നമ്മൾ പരിശോധിക്കുമ്പോൾ പുതിയ നിയമത്തിൽ മാത്രമാണ് പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികളെക്കുറിച്ചുള്ള സൂചനകൾ പിന്നീട് നമുക്ക് കിട്ടുന്നത്. ലൂക്കാസ് സുവിശേഷം 4-ാമത്തെ അധ്യായം 1-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് ഈശോയിൽ നിറഞ്ഞു കവിയുന്ന പരിശുദ്ധാത്മാഭിഷേകത്തെ പറ്റിയാണ്. ഈശോയിൽ എപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറയുന്നതായിട്ട് ലൂക്കാസ് സുവിശേഷകൻ പറയുന്നത്? ഈശോ യോർദാൻ നദിയിൽ സ്നാപക യോഹന്നാൻ്റെ മുൻപിൽ യോർദാനിലെ വെള്ളത്തിൽ മാമോദീസ മുങ്ങി, 3 പ്രാവശ്യം മാമോദീസ മുങ്ങി വെള്ളത്തിൽ നിന്ന് കയറവേ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവത്തിൻ്റെ ആത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ എഴുന്നള്ളി വന്നു. സ്വർഗത്തിൽ നിന്നൊരു സ്വരമുണ്ടായി, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ തിരുവചന ഭാഗത്തോട് ചേർന്ന് ലൂക്കാസ് സുവിശേഷകൻ എഴുതിയിരിക്കുകയാണ്, അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി യോർദാനിൽ നിന്ന് മടങ്ങിപ്പോയി എന്ന് പറയുന്നു. അതായത് ഈശോയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ഉണ്ട് എന്ന് ലൂക്കാസ് സുവിശേഷകൻ എഴുതി വയ്ക്കുന്നത് ഈശോയുടെ മാമോദീസായുമായി ബന്ധപ്പെട്ടാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന മാമോദീസ, നമ്മൾ സ്വീകരിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനം പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്കുള്ള ഒരു സൂചന നമുക്ക് തരികയാണ്. നമ്മൾ ജലത്താലും പരിശുദ്ധാത്മാവിനാലും മാമോദീസ സ്വീകരിച്ചവരാണ്. പ്രിയപ്പെട്ടവരെ, മാമോദീസായുടെ വേളയിൽ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്ന് പറയുന്നത് അത് നിറവുള്ള കവിയുന്നൊരു അഭിഷേകമാണ്. ഈ അഭിഷേകം നമ്മളിൽ എല്ലാ കാലയളവിലും നിലനിൽക്കുന്നു എന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിയണം. നമ്മളിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, മാമോദീസായിൽ ലഭിക്കുന്ന അഭിഷേകം, അത് നിറവുള്ള തികവുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമാണ്. ഈ അഭിഷേകത്തെ ശക്തിപ്പെടുത്തുന്ന ശുശ്രൂഷയാണ് സ്ഥൈര്യലേപനത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മുടെ മാമോദീസായിലുള്ള ജീവിതത്തെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നവീകരിക്കേണ്ട ഒരാവശ്യമുണ്ട്. അതിനെയാണ് മാമോദീസ വ്രത നവീകരണം എന്നൊക്കെ പറഞ്ഞ് തിരുസഭയിൽ പലതരത്തിലുള്ള തിരുക്കർമ്മങ്ങളിലൂടെ നമ്മൾ അത് ആചരിക്കുന്നത്. എന്താണ് മാമോദീസായിൽ നമ്മൾ ചെയ്യുന്നത്? പിശാചിനെയും സാത്താനെയും അവൻ്റെ ആഘോഷങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എന്നേക്കുമായിട്ട് വേണമെന്ന് പറഞ്ഞ് നമ്മൾ ഉപേക്ഷിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവും ദൈവവുമായിട്ട് സ്വീകരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ നിറവിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുന്നു. നമ്മളിലെ മാമോദീസ അഭിഷേകത്തെ നമ്മൾ സ്വീകരിക്കുക. മാമോദീസായുടെ അഭിഷേകത്തെ വിലയുള്ളതായി കണക്കാക്കുക. കാരണം മാമോദീസ വഴിയാണ് നമ്മൾ യേശുവിൻ്റെ സ്വന്തമായിട്ട് തീർന്നിരിക്കുന്നത്. മാമോദീസായിലൂടെയാണ് നിത്യജീവൻ്റെ കവാടം നമ്മൾ കടന്നിരിക്കുന്നത്. മാമോദീസായിലൂടെയാണ് സ്വർഗത്തിൻ്റെ അവകാശികളായിട്ട് നമ്മൾ മാറിയിരിക്കുന്നത്.
മാമോദീസായിലൂടെയാണ് ദൈവപുത്രനും ദൈവപുത്രിയുമായി നമ്മൾ തീർന്നിരിക്കുന്നത്. അതുകൊണ്ട് മാമോദീസായിൽ അഭിമാനിക്കാൻ, മാമോദീസായുടെ അഭിഷേകത്തെക്കുറിച്ച് ചിന്തിക്കാൻ, മാമോദീസായുടെ അഭിഷേകത്തെക്കുറിച്ച് ധ്യാനിക്കാൻ, മാമോദീസ സ്വീകരിച്ചവനാണ് ഞാനെന്ന് മറ്റുള്ളവരോട് പ്രഘോഷിക്കാനുള്ള ഏതൊരു അവസരത്തെയും നമ്മൾ ഗൗരവത്തിലെടുക്കണം. കാരണം മാമോദീസായിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. മൂന്നാമത്തെ തിരുവചന ഭാഗം നമ്മൾ വായിക്കുന്നത് ലൂക്കാസ് സുവിശേഷകൻ 1-ാമത്തെ അധ്യായം 15-ാമത്തെ തിരുവചനത്തിലാണ്. അവിടെ സ്നാപക യോഹന്നാനെ പറ്റിയാണ് നമ്മൾ വായിക്കുന്നത്. സ്നാപക യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിരുന്നു എന്ന് പറയുന്നത് അവൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായിരിക്കും എന്നുള്ളതാണ്. അപ്പം സ്നാപകൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഇത് ഒരാത്മീയ സൂചനയാണ്. നമ്മൾ മാതാപിതാക്കളായിരിക്കുന്ന വ്യക്തികൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് മക്കളിലേക്ക് കൈമാറാനുള്ള വലിയ ഒരു ദൗത്യമുണ്ട്, അതിനുള്ളൊരു കഴിവുണ്ട്, കൃപയുണ്ട് എന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. സ്നാപക യോഹന്നാൻ്റെ മാതാപിതാക്കൾ ലൂക്കാസ് വിശേഷം അനുസരിച്ച് അവർ കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം പാലിക്കുന്നവരായിരുന്നു. സക്രിയായും എലിസബത്തും അവർ ദൈവാരാധനയിൽ നിന്ന് വിട്ടുനിന്നിരുന്നവരല്ല. അവർ ദൈനംദിനം ദൈവത്തെ ആരാധിച്ചിരുന്നവരാണ്. നീതിനിഷ്ഠരായിട്ടുള്ള മനുഷ്യരാണ്. ദൈവപ്രമാണങ്ങൾ കറയറ്റവണ്ണം പാലിച്ചിരുന്നവരാണ്. ഇങ്ങനെ വിശുദ്ധമായ ജീവിതം നയിച്ചിരുന്ന ദമ്പതികളായിട്ടുള്ള സക്കറിയായുടെയും എലിസബത്തിൻ്റെയും മകനായി പിറന്ന സ്നാപക യോഹന്നാന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നത് അമ്മയുടെ ഉദരത്തിൽ വെച്ചാണ്. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന നവദമ്പതിമാർ, മക്കൾക്ക് ജന്മം കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അതിനുവേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നവർ ഈ ഒരു വലിയ സത്യം തിരിച്ചറിയണം. നിങ്ങളുടെ മക്കളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പകരാനുള്ള ഒരാത്മീയ ശുശ്രൂഷയ്ക്കുള്ള കൃപ നമുക്കുണ്ട്. അത് ദൈവാരാധനയിലൂടെ, ദൈവപ്രമാണങ്ങൾ പാലിക്കുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ നിറവ് നൽകാനുള്ള ഒരാത്മീയ ശുശ്രൂഷ, ഒരു പൊതു പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ നമുക്കുണ്ട് എന്നുള്ള സത്യം നമ്മൾ ഈ തിരുവചനത്തിലൂടെ ഇന്ന് തിരിച്ചറിയുകയാണ്. വീണ്ടും ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 67-ാമത്തെ വചനത്തിൽ സക്കറിയ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി എന്നൊരു വചനം കാണുന്നുണ്ട്. എപ്പോഴാണ് സക്കറിയ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി തീർന്നത്? അവൻ ജെറുസലേം ദേവാലയത്തിലെ പുരോഹിതനാണ്, ദേവാലയ ശുശ്രൂഷ ചെയ്തിരുന്നവനാണ്, ആത്മീയ മനുഷ്യനാണ്. പരിശുദ്ധാത്മാവ് അവൻ്റെ കൂടെയുണ്ട്. പക്ഷേ പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായിട്ട് സക്കറിയ എപ്പോൾ മാറി? നമ്മൾ തിരുവചനം പരിശോധിക്കുമ്പോൾ അതിൻ്റെ സൂചനകൾ കാണുന്നത് ഒരു ഭാഗത്താണ്. ദൈവത്തിൻ്റെ വാക്ക് അവിശ്വസിച്ചത് നിമിത്തം സക്കറിയ ഊമനായി തീർന്നു. അങ്ങനെ ഇരിക്കവേ ജനിച്ച മകന് പേരിടണം എന്നുള്ളത് ആ വീട്ടിലെ ആലോചനയായി വന്നു. അവൻ്റെ പേരെന്താണെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ എലിസബത്ത് പറഞ്ഞു, യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര്. ഈ പേര് നമ്മുടെ കുടുംബത്തിൽ ആർക്കും ഇല്ലല്ലോ എന്ന് മറ്റുള്ളവർ പറഞ്ഞപ്പോൾ അവൻ്റെ പിതാവിനോട് ചോദിക്കാമെന്ന് പറഞ്ഞ് സക്കറിയയുടെ അടുത്തേക്ക് ബന്ധുജനങ്ങൾ വരികയാണ്. സക്കറിയ ഒരു എഴുത്ത് പലക വരുത്തി യോഹന്നാൻ എന്നാണ് അവൻ്റെ പേര് എന്ന് എഴുതി കാണിച്ചു. ഉടൻ തന്നെ അവൻ്റെ വായ് തുറക്കപ്പെട്ടു. അവൻ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. ദൈവത്തിന് അവൻ സ്തോത്രഗീതം ആലപിക്കാൻ വേണ്ടി തുടങ്ങി. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ വിശ്വസിച്ച് അത് ഏറ്റുപറയുന്ന സമയം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാവും. ദൈവത്തിൻ്റെ വചനത്തെ പൂർണ്ണമായിട്ടും വിശ്വസിച്ച് ആ വചനം നമ്മൾ ഏറ്റുപറയാൻ ആരംഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്കുണ്ടാകും. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ ദൈവവചനത്തെ ഗൗരവത്തിലെടുക്കാനും ദൈവവചനത്തെ പൂർണ്ണമായിട്ടും വിശ്വസിക്കാനും അത് പിൻചെല്ലാനും അത് മറ്റുള്ളവരോട് പ്രഘോഷിക്കാനും നമ്മൾ തയ്യാറായി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ കൃപ നമുക്ക് ലഭിക്കുമെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. വീണ്ടും നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെപ്പറ്റി മുഴുവനും വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന് പറയുന്ന പുസ്തകത്തിലാണ്.
അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2-ാമത്തെ അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവിനാൽ അവിടെ ഉണ്ടായിരുന്നവർ നിറഞ്ഞത് പന്തക്കുസ്ത ദിനത്തിലാണ് എന്ന സൂചന നമുക്ക് ലഭിക്കുകയാണ്. അവരെല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുകയായിരുന്നു. കൊടുങ്കാറ്റടിക്കുന്നത് പോലെ ശബ്ദമുണ്ടായി. പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്ന് നിറഞ്ഞു. അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി തീർന്നു എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, പന്തക്കുസ്തായിൽ എന്താണ് സംഭവിക്കുന്നത്? പരിശുദ്ധ അമ്മയുടെ നേതൃത്വത്തിൽ ഈശോയുടെ അപ്പസ്തോലന്മാരും മറ്റ് ശിഷ്യന്മാരും സെഹിയോൻ മാളികയിൽ ഒരുമിച്ച് കൂടിയിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വേളയിലാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് അവർക്ക് ലഭിച്ചത്. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പന്തക്കുസ്താ ദിനത്തിൽ കൂടിയിരുന്നവർക്ക് ലഭിച്ചത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തിൽ, അപ്പസ്തോലന്മാരുടെ സാന്നിധ്യത്തിൽ, ഒരുമിച്ചുള്ള പ്രാർത്ഥനയിൽ ആയിരിക്കുമ്പോഴാണ്. എവിടെ പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമുണ്ടോ, പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ടോ, അപ്പസ്തോലന്മാരുടെ കൂട്ടായ്മയോട് ചേർന്ന് നിൽക്കുന്നുണ്ടോ, അതായത് സത്യസഭയോട് നമ്മൾ ചേർന്ന് നിൽക്കുന്നുണ്ടോ, എവിടെയാണ് ഒരുമിച്ചുള്ള കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയുള്ളത്, ആ സ്ഥലങ്ങളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ ആവാസമുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ നിറമുണ്ടാകുമെന്ന് വചനം പഠിപ്പിക്കുകയാണ്. പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ, തിരുസഭയെ സ്നേഹിക്കാൻ, പരിശുദ്ധ സഭയോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കാൻ എപ്പോഴൊക്കെ നമ്മൾ ശ്രമിക്കുന്നു, അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് ലഭിക്കും. പ്രിയപ്പെട്ടവരെ, വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെപ്പറ്റി നമ്മൾ വായിക്കുന്നത് അപ്പസ്തോല പ്രവർത്തനങ്ങൾ 4-ാമത്തെ അധ്യായം 8-ാമത്തെ തിരുവചനത്തിലാണ്. പത്രോസ് വിചാരണ ചെയ്യപ്പെടുകയാണ്. പത്രോസ് എഴുന്നേറ്റ് നിന്ന് ഈ സെൻഹദ്രീൻ്റെ മുൻപാകെ, വിചാരണ ചെയ്യുന്ന സംഘത്തിൻ്റെ മുൻപാകെ, യേശുക്രിസ്തു ദൈവപുത്രനാണ്, പിതാവിൻ്റെ ഏകമകനാണ്, കുരിശിൽ ഞങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്നവനാണ് എന്നുള്ള സാക്ഷ്യം പറഞ്ഞ ഉടനെ അവർ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. നമ്മൾ എപ്പോഴൊക്കെ യേശുക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്നോ അപ്പോഴൊക്കെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വരും. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 6-ാമത്തെ അധ്യായം 3 മുതൽ 5 വരെയുള്ള വാക്യങ്ങളിൽ അവിടെ കൂടിയിരുന്ന ഡീക്കന്മാരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി എന്ന് വചനം പറയുന്നു. പ്രിയപ്പെട്ടവരെ, ഡീക്കന്മാരിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വന്നു. അവരെന്ത് ശുശ്രൂഷയാണ് ചെയ്തിരുന്നത്? അവർ ദൈവവചനം പ്രഘോഷിക്കുന്ന അപ്പസ്തോലന്മാരെ സേവിക്കുവാനും അവിടെ ഉണ്ടായിരുന്ന ദൈവജനത്തിന് പരസ്നേഹത്തിൻ്റെ ഭക്ഷണം വിളമ്പൽ ശുശ്രൂഷ ഏറ്റെടുത്തവരാണ്. നമ്മൾ എപ്പോഴൊക്കെ പരസ്നേഹ പ്രവർത്തനങ്ങളിൽ വ്യാപരിക്കുന്നോ, എപ്പോഴൊക്കെ നമ്മൾ കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നു, അപ്പോഴൊക്കെ നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം കടന്നു വരുന്നു എന്ന് ബൈബിൾ പറയുകയാണ്. വീണ്ടും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ലഭിക്കുന്ന 3 പേരെക്കുറിച്ച് കൂടെ സൂചന തരികയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന സ്തേഫാനോസിന് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 11-ാമത്തെ അധ്യായത്തിൽ 22 മുതലുള്ള വചനങ്ങളിൽ ബർന്നബാസിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നിറവുണ്ടായി. വീണ്ടും അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പൗലോസ്ലീഹായുടെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായി എന്ന് വചനം പറയുന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 13-ാമത്തെ അധ്യായം 52-ാമത്തെ വചനത്തിൽ ശിഷ്യന്മാർക്ക് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുണ്ടായി എന്ന് വചനം പറയുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് സ്വീകരിക്കുന്ന സ്തേഫാനോസ്, ബർന്നബാസ്, പൗലോസ്ലീഹ, യേശുവിൻ്റെ ശിഷ്യന്മാർ, ഇവർക്ക് എങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിക്കുന്നത്? സ്തേഫാനോസിന് രക്തസാക്ഷിത്വത്തിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചത്. ബർന്നബാസിന് പ്രേഷിത ശുശ്രൂഷകളിലൂടെയാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ലഭിച്ചത്. പൗലോസിന് സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായത്. ശിഷ്യന്മാർ ഈശോയ്ക്ക് വേണ്ടി സാക്ഷികളായി പീഡനങ്ങൾ ഏറ്റുവാങ്ങിയപ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടായത്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നമ്മൾ എപ്പോഴൊക്കെ യേശുവിന് സാക്ഷികളായിത്തീരുന്നു, എപ്പോഴൊക്കെ നമ്മൾ വചനത്തിൻ്റെ പ്രഘോഷകരായിത്തീരുന്നു, എപ്പോഴൊക്കെ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി സഹനങ്ങൾ ഏറ്റുവാങ്ങുന്നു, ആ സമയങ്ങളിലെല്ലാം നമ്മളിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വരും എന്ന വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ,
പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് ലഭിക്കാനുള്ള കുറുക്കു വഴികളാണ് ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ നമുക്ക് ലഭിച്ചത്. ഒന്നാമതായി ദേവാലയ ശുശ്രൂഷകൾ ചെയ്യുന്നതിലൂടെ, രണ്ടാമതായി മാമോദീസായിലൂടെ, മൂന്നാമതായി വിശുദ്ധരായിട്ടുള്ള മാതാപിതാക്കളിലൂടെ, നാലാമതായി പരിശുദ്ധ അമ്മയോടും ശ്ലീഹന്മാരോടും ചേർന്ന് പ്രാർത്ഥിക്കുന്നതിലൂടെ, അഞ്ചാമതായിട്ട് യേശുവിന് സാക്ഷ്യം നൽകുന്നതിലൂടെ, ആറാമതായി പരസ്നേഹ പ്രവർത്തനങ്ങളിലൂടെ, ഏഴാമതായി യേശുവിൻ്റെ രക്തസാക്ഷിയായിത്തീരുന്നതിലൂടെ, എട്ടാമതായി പ്രേക്ഷിത വേലകളിലൂടെ, ഒൻപതാമതായി വചന ശുശ്രൂഷയിലൂടെ, പത്താമതായി യേശുവിന് വേണ്ടി നമ്മൾ ത്യാഗങ്ങൾ ഏറ്റെടുത്ത് സാക്ഷികളാകുന്നതിലൂടെ. ഈ ഒരു പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഈ കുറുക്കു വഴികളിലൂടെ നമുക്കും പ്രാപിക്കാൻ സാധിക്കുമെന്ന് തിരുവചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ വചന ശുശ്രൂഷ കേട്ട് ഇവയെ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിനെ നിറയാനുള്ള ഈ വഴികൾ സ്വീകരിച്ച് നമുക്കും പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവരായി ജീവിക്കാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും. സർവശക്തനിൽ ഞാൻ ആനന്ദിക്കും, അത്യുന്നതനിൽ ഞാൻ ആഹ്ലാദിക്കും. ദൈവത്തിൻ്റെ നേരെ മുഖമുയർത്തും, അവിടുത്തെ നാമം എന്നും വാഴ്ത്തിടും.